line you can understand the truth of the election in Kerala. നിങ്ങൾക്ക് ഈ ഒരൊറ്റ വരിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും. On the LDF side, they literally stole the gold from Ayyappa's temple and replaced it with brass. നമ്മുടെ LDFന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ശബരിമലയെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് അവർ അക്ഷരാർത്ഥത്തിൽ സ്വർണം കൊള്ളയടിക്കുകയും അവിടെ ചെമ്പ് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. And on the other side, the person who talks about temples and God in every single speech suddenly forgot temple and God when he came to Kerala. അതേസമയം മറുവശത്ത് നോക്കിയാൽ എല്ലാ രാഷ്ട്രീയ പ്രസംഗത്തിലും ക്ഷേത്രങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും പറയുന്ന ഒരാൾ കേരളത്തിലേക്ക് എത്തിയപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും മറന്നുപോയി. Wherever Mr. Narendra Modi goes, he gives long speeches about temples, God, religion. നരേന്ദ്രമോദി എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം അദ്ദേഹം ക്ഷേത്രങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും വലിയ പ്രസംഗങ്ങൾ നടത്തും. But when CPM leaders steal from one of Kerala's biggest temples, when they steal the gold and replace it with brass, when they insult the temple, when nothing is done to the people who steal the gold, Narendra Modi keeps quiet. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ ഇവിടുത്തെ CPM നേതാക്കന്മാർ ശബരിമലയെ അയ്യന്റെ സ്വർണം കൊള്ളയടിച്ച് അവിടെ അതിനെ ചെമ്പ് മാറ്റി വെച്ചതിനു ശേഷം കേരളത്തിലെത്തുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഈ നരേന്ദ്രമോദി മിണ്ടുന്നില്ല. He has to choose between God and supporting the left front, and he is choosing the left front. Imagine the man. അദ്ദേഹത്തിന് കേരളത്തിലെത്തുമ്പോൾ ഇടതുപക്ഷത്തെയാണോ അതോ ദൈവത്തെയാണോ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത് സംശയമുണ്ടാവും. അവസാനം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇവിടെ പിന്തുണയ്ക്കും. He does not want a UDF government in Kerala. അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു UDFന്റെ ഗവൺമെന്റ് ഉണ്ടാകാൻ ഒരാഗ്രഹവുമില്ല. He knows that he can control the LDF government because of corruption. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം കേരളത്തിൽ ഒരു LDFന്റെ ഗവൺമെന്റ് ഉണ്ടായാൽ അവരുടെ അഴിമതി കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നറിയാം. And he knows that LDF can never challenge him in Delhi. അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാം ഇവിടുത്തെ LDFന് ഡൽഹിയിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ സാധിക്കില്ല. So he understands that only the Congress party can defeat him in Delhi and across the nation. അതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു ഡൽഹിയിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ് സാധിക്കുക എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു. That is why he wants to strengthen the LDF in Kerala. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിലെ LDFനെ ശക്തിപ്പെടുത്തണം എന്ന് തോന്നുന്നത്. Whoever stands against the BJP is attacked. ആരൊക്കെ BJPക്കെതിരെ നിലകൊള്ളുന്നോ അവരെല്ലാം ആക്രമിക്കപ്പെടുകയാണ്. I've got 36 cases. I'm out on bail. I've been interrogated for 55 hours non-stop. എനിക്കെതിരെ 36 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ജാമ്യത്തിലാണ് നിൽക്കുന്നത്. എന്നെ 55 മണിക്കൂർ നിരന്തരമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. There are no interrogations of your chief minister taking place. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചോദ്യം ചെയ്യലും നടക്കുന്നില്ല. There are no interrogations of his family members taking place. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഒരു ചോദ്യം ചെയ്യലും നടക്കുന്നില്ല. There is no pressure or attack on the chief minister of Kerala. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആക്രമണമോ ഒരു സമ്മർദ്ദം പോലും ഉണ്ടാവുന്നില്ല. Because both the LDF and the BJP are in partnership. കാരണം LDFും BJPയും ഒരേപോലെ ഒരു കൂട്ടുകെട്ടിലാണ് ഇന്ന് നിൽക്കുന്നത്. We have an ideological war with the RSS and the BJP. നമുക്ക് RSSും BJPയുമായി ഒരു ആശയപരമായ ഒരു പോരാട്ടം, ഒരു യുദ്ധം തന്നെയാണ് നമ്മൾ നടത്തുന്നത്. You ask the RSS people
You ask the BJP people who fights them and they will give you the answer. നിങ്ങൾ ഒരു RSS പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു BJPയുടെ പ്രവർത്തകനോട് നിങ്ങൾ ചോദിക്കുക, ആരാണ് നിങ്ങൾക്കെതിരെ പോരാടുന്നത് എന്ന് ചോദിച്ചാൽ അത് UDF ആണ് എന്നവർ പറയും. So on one side in this election, there is the LDF, which is being helped by the hidden hand of the BJP. അതുകൊണ്ട് ഒരു വശത്ത് BJP സഹായിക്കുന്ന ഒരു LDF എന്നുള്ള ഒരു മുന്നണി ഒരു വശത്ത് ഈ പോരാട്ടത്തിലുണ്ട്. And on the other side, there is the UDF. മറുവശത്ത് UDF ആണ് ഉള്ളത്. That is basically what is going on in the election. അതാണ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. You are aware that Mr. Narendra Modi is a compromised prime minister. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു കീഴടങ്ങിയ ഒരു പ്രൈം മിനിസ്റ്ററാണ്. If you see the details of the US-India deal, you will find that no Indian prime minister could sign this deal unless he was compromised. നിങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീല് നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്കും അത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാകും. He has opened the entire agricultural sector to American farmers. നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ കാർഷിക രംഗവും അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി ആ ഒരു ട്രേഡ് ഡീലിലൂടെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. He has given up our energy security to the Americans. നമ്മളുടെ ഊർജ മേഖല, ഊർജ സുരക്ഷ അദ്ദേഹം ഈ കരാറിലൂടെ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു. Today, India cannot buy oil from who it wants. ഇന്ന് ഇന്ത്യക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. It has to take permission to buy oil. നമുക്ക് എണ്ണ വാങ്ങണമെങ്കിൽ നമ്മൾ അനുമതി മേടിക്കണം. Prime Minister has also committed to Mr. Trump that he will buy 9 lakh crores of American products every year. അതെ, നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞു 9 ലക്ഷം കോടി രൂപയുടെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Imagine the result of this on our small and medium industry. ആ കരാറിലുള്ള ഇത് കാരണം നമ്മുടെ ചെറുകിട വ്യവസായത്തിലും ചെറുകിട വ്യാപാര രംഗത്തും ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തം എന്താണെന്ന് മനസ്സിലാക്കണം. He has handed over India's entire data to the United States. They can use it and they can store it wherever they want. ഇന്ത്യയുടെ മുഴുവനായിട്ടുള്ള ഡാറ്റയും അമേരിക്കയ്ക്ക് അടിയറ വെച്ചിരിക്കുകയാണ്, വിൽപ്പന നടത്തിയിരിക്കുകയാണ്. അവർക്ക് എവിടെയാണോ അത് ശേഖരിക്കേണ്ടത്, അവർക്ക് എവിടെയാണോ അത് വെക്കേണ്ടത്, അവരുടെ ഇഷ്ടാനുസരണം അത് ചെയ്യാം. And the only reason he has done this is because he has been compromised by the United States and by President Trump. അതിന്റെ ചെയ്യുന്നതിന്റെ ഒരേ ഒരു കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. President Trump insults the Prime Minister of India, publicly says that he can destroy Narendra Modi's career and Narendra Modi keeps quiet. അമേരിക്കയുടെ പ്രസിഡന്റ് പരസ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുകയാണ്. അദ്ദേഹം പരസ്യമായി പറയുന്നു, എനിക്ക് നരേന്ദ്രമോദിയുടെ ജീവിതം അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ കഴിയും എന്ന് പറയാൻ. പക്ഷേ അദ്ദേഹം നിശബ്ദനാണ്. And the reason is in the Epstein files. അതിന്റെ കാരണം എപ്സ്റ്റീൻ ഫയലുകളിലാണ് കിടക്കുന്നത്. There are 3.5 million Epstein files that have not been released. America is using that as a threat against our Prime Minister. ഏകദേശം 35 ലക്ഷത്തോളം എപ്സ്റ്റീൻ ഫയലുകൾ ഇനിയും പുറത്തു വിട്ടിട്ടില്ലാത്ത ഫയലുകളുണ്ട്. അമേരിക്ക അത് ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുകയാണ്. And the second issue is Mr. Adani. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് അദാനിയാണ്. Donald Trump understands that the entire BJP financial architecture is linked to Mr. Adani. ഡൊണാൾഡ് ട്രംപിന് വളരെ കൃത്യമായി അറിയാം, BJPയുടെ മുഴുവനായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സും അദാനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. Don't think that Mr. Adani gets ports, airports, cement, infrastructure companies for free. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അദാനിക്ക്
ഈ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, ഈ രാജ്യത്തെ തുറമുഖങ്ങൾ, ഈ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നത് സൗജന്യമായിട്ടാണ് എന്ന് വിചാരിക്കരുത്. Adani is not an ordinary company. It is a financial structure. അദാനി ഒരു സാധാരണമായ ഒരു കമ്പനിയെ പോലെയല്ല, മറിച്ച് ഒരു സമ്പദ്ഘടന തന്നെയാണ്. And everybody knows the relationship between Mr. Adani and Mr. Modi. നമുക്കെല്ലാവർക്കും അറിയാം ഈ അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്നുള്ളത്. And that is why Donald Trump has placed a criminal case on Mr. Adani in America. അതുകൊണ്ടാണ് അമേരിക്കയിൽ അദാനിക്കെതിരെ ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ ഒരു ക്രിമിനൽ കേസ് ഇന്ന് നിലവിലുണ്ട്. And the case is not targeted at Adani. It is targeted at BJP's financial system and Narendra Modi. അത് കേവലം അമേരിക്കയിലുള്ള കേസ് കേവലം അദാനിക്കെതിരെ മാത്രമല്ല, മറിച്ച് അത് BJPയുടെ ഒരു സമ്പദ്ഘടനയും അദ്ദേഹത്തിന്റെ അഴിമതിയെയും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്.